second unit, All My Sons, a detailed study. ഇതിൽ നമുക്ക് പഠിക്കാനുള്ളത് ഈ യൂണിറ്റ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത് ഇതിന് ഓൾ മൈ സൺസ് എന്ന പ്ലേയുടെ സ്ട്രക്ചറും പ്ലോട്ടും അതുപോലെ തന്നെ രണ്ടാമതായിട്ട് മില്ലേഴ്സ് പെർസ്പെക്റ്റീവ് അബൌട്ട് ട്രാജഡി ദെൻ ഓൾ മൈ സൺസ് ആസ് എ ട്രാജഡി 3 കാര്യങ്ങളാണ് ഇതിനകത്ത് ഡിസ്കസ് ചെയ്യുന്നത്. ആസ് ആൻ ഇൻട്രൊഡക്ഷൻ ഇറ്റ് ഇസ് ഗിവൻ ഹിയർ ഓൾ മൈ സൺസ് ഓപ്പൺഡ് അറ്റ് കൊറോണറ്റ് തിയേറ്റർ ഇൻ ജാനുവരി 1947 ആൻഡ് റാൻ ഫോർ 328 പെർഫോമൻസസ്. സോ ഓൾ മൈ സൺസ് ഓപ്പൺ ചെയ്യുന്നത് 1947 ജാനുവരിയിൽ കൊറോണറ്റ് തിയേറ്ററിലാണ്. 328 പെർഫോമൻസസ് നടന്നിട്ടുണ്ട്. And 4 years earlier, Arthur Miller had read the account of the Truman Committee investigation into allegedly faulty airplane parts manufactured in Ohio. And the actual idea of the play came to his mind when he got to know about a family where a daughter had taken her father to the authorities for selling faulty machines to the army. So, ഈ ഒരു പ്ലേയെ പറ്റിയിട്ടുള്ളൊരു ആക്ച്വൽ ഐഡിയ അദ്ദേഹത്തിന് കിട്ടുന്നത് അദ്ദേഹം ഒരു ഇൻസിഡൻറ്റ് ഒരു ഫാമിലിയെ പറ്റിയിട്ട് അറിയുന്നതും അതാണ് അതിൻ്റെ ഒരു ബേസായിട്ട് വരുന്നത്. Miller decided to write the play so that even the actual criminal on reading it would have to say that it was true and sensible and as real as his life. സോ ഒരു ആക്ച്വൽ ക്രിമിനലിന് ഈ കഥയിലെ ആക്ച്വൽ ക്രിമിനലിന് ഞാനാണിത് ചെയ്തതെന്ന് പറയാൻ പാകത്തിന് ഉള്ള ഒരു റിയലിസ്റ്റിക് ആയിട്ടുള്ളൊരു പ്ലേ ആണ് അദ്ദേഹം എഴുതിയത്. ആൻഡ് ഇറ്റ് വാസ് വെരി പോപ്പുലർ among the audiences, and the success of the play earned a great reputation for the author and secured his financial position. ആൻഡ് നമ്മുടെ മെയിൻ കാര്യം എന്ന് പറയുന്നത് സ്ട്രക്ചർ ആൻഡ് പ്ലോട്ട് ഓഫ് ഓൾ മൈ സൺസ്. സ്ട്രക്ചറും പ്ലോട്ടും ഇതൊരു വെൽ കൺസ്ട്രക്റ്റഡ് റിയലിസ്റ്റിക് പ്ലേ ആണ്. കൺവെൻഷണൽ റിയലിസം ഉണ്ട്. അതുപോലെ തന്നെ പിന്നെ പറയുകയാണെന്നുണ്ടെങ്കിൽ വർക്ക് ഓഫ് ഇബ്സൺ ഇൻഫ്ലുവൻസ്ഡ് ഓൾ മൈ സൺസ്. നമ്മൾ കണ്ടിരുന്ന കഴിഞ്ഞ യൂണിറ്റിൽ ഹെൻറി കിബ്സൻ്റെ വർക്ക്സ് ഓൾ മൈ സൺസിൻ്റെ സ്ട്രക്ചറിനെ വളരെയധികം ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട്. ആൻഡ് പ്ലേ ഈസ് കെയർഫുള്ളി കൺസ്ട്രക്റ്റഡ് ആൻഡ് വെൽ നെറ്റ്. വളരെ കെയർഫുള്ളായിട്ട് കൺസ്ട്രക്റ്റ് ചെയ്ത ഒരു പ്ലേ ആണ് ഓൾ മൈ സൺസ് എന്നുള്ളത്. ആൻഡ് ഇറ്റ് ഫോളോസ് എ പാറ്റേൺ ഇൻ വിച്ച് ദർ ഇസ് എൻ appropriate link between previous actions and present consequences. പ്രീവിയസ് ആക്ഷൻസും അതുകൊണ്ടുണ്ടാകുന്ന പ്രസൻറ്റ് കോൺസിക്വൻസസും തമ്മിലൊരു അപ്രോപ്രിയേറ്റ് ലിങ്ക് ഒരു ഫോളോ ചെയ്യുന്ന ഒരു പ്ലേ ആണ് ഓൾ മൈ സൺസ് എന്നുള്ളത്. And Miller skillfully observes all the 3 dramatic unities of time, place and action mentioned by Aristotle in his Poetics. So Aristotle അദ്ദേഹത്തിൻ്റെ പോയറ്റിക്സിൽ 3 യൂണിറ്റീസിനെ പറ്റി പറയുന്നുണ്ട്. യൂണിറ്റീസ് ഓഫ് ടൈം, പ്ലേസ് ആൻഡ് ആക്ഷൻ. ഈ 3 കാര്യങ്ങളും ഈ ഒരു പ്ലേയിൽ കറക്റ്റായിട്ട് വരുന്നുണ്ട്. ദ യൂണിറ്റി ഓഫ് ടൈം ലിമിറ്റ്സ് ആക്ഷൻ ടു ടേക്ക് പ്ലേസ് ഇൻ റഫ്ലി എ സിംഗിൾ ഡേ. അതായത് യൂണിറ്റി ഓഫ് ടൈം എന്ന് പറഞ്ഞാൽ ആ പ്ലേയുടെ ഒരു ആക്ഷൻ ഒരു ദിവസം നടക്കുന്നതായിരിക്കണം, ഒരു സിംഗിൾ ഡേയിൽ നടക്കുന്നതായിരിക്കണം. യൂണിറ്റി ഓഫ് പ്ലേസ് എന്ന് പറഞ്ഞാൽ ജനറൽ ലൊക്കേഷൻ, ഒരു ഒറ്റ ജനറൽ ലൊക്കേഷനിലായിരിക്കണം പ്ലേ നടക്കുന്നത്. ആക്ഷൻ എന്ന് പറയുന്നത് ഇറ്റ് ലിമിറ്റ്സ് ടു എ സിംഗിൾ സെറ്റ് ഓഫ് ഇൻസിഡൻസ് വിച്ച് ആർ റിലേറ്റഡ് ടു കോസ് ആൻഡ് എഫക്റ്റ് ആയിട്ട്, അതായത് കോസും എഫക്റ്റ് അല്ലെങ്കിൽ ഒരു ബിഗിനിങ് മിഡിൽ എൻഡൊക്കെ പ്രോപ്പറായിട്ടുള്ള ഒരു സെറ്റ് ഓഫ് ഇൻസിഡൻറ്റ്, ഒറ്റ ഇൻസിഡൻ്റ് അല്ല പല ഇൻസിഡൻറ്റ്സ് ആവരുത്, ഒരു ഇൻസിഡൻറ്റിൻ്റെ ഇതാവണം എന്നുള്ളതാണ് യൂണിറ്റ് ഓഫ് ടൈം പ്ലേ ആൻഡ് യൂണിറ്റ് ഓഫ് ടൈം, പ്ലേസ് ആൻഡ് ആക്ഷൻ എന്ന് പറയുന്നത്. ആൻഡ് ദ പ്ലേ മെയിൻറ്റെയിൻസ് ദിസ് യൂണിറ്റ് ഓഫ് പ്ലേസ് യൂണിറ്റ് ഓഫ് പ്ലേസ് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. പ്ലേ നമ്മൾ പറഞ്ഞു ടൈമും അതുപോലെ തന്നെ ആക്ഷനും മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. പ്ലേ ഡസ് നോട്ട് ക്രോസ് ദ ടൈം ലിമിറ്റ് ഓഫ് 24 hours. 24 hours എന്നുള്ളൊരു ലിമിറ്റ് ക്രോസ് ചെയ്യുന്നതേ ഇല്ല പ്ലേ. അതുപോലെ തന്നെ ടൈം നമ്മൾ ഓൾറെഡി പറഞ്ഞു 24 hours എന്നുള്ള ടൈം ക്രോസ് ചെയ്യുന്നതേ ഇല്ല. അതുപോലെ യൂണിറ്റ് ഓഫ് പ്ലേസ് ആണെന്നുണ്ടെങ്കിൽ ഈ ഫുൾ എൻറ്റയർ ആക്ഷൻ ടേക്കിംഗ് പ്ലേസ് ഇൻ ദ കെല്ലർ ഹോം ഇൻ ദ അമേരിക്കൻ ടൗൺ ഓഫ് ഡെട്രിയോട്ട്. കെല്ലർ എന്ന് പറഞ്ഞ ഇതിലൊരു ക്യാരക്ടറാണ്. അവരുടെ വീട്ടിലാണ് ഈ ഒരു ഇത് നടക്കുന്നത്. സോ ഒരു സെറ്റിംഗ് എന്ന് പറയുന്നത് അതാണ്. യൂണിറ്റ് ഓഫ് പ്ലേസ് ആൻഡ് ആക്ഷൻ is also observed in the play. Action happens in the backyard of the Keller household. The unity owes a great deal to the contact of a single character, Joe Keller. Then, setting up All My Sons is designed to suit Keller's myopic worldview of not thinking beyond his family interests. So, Keller അവരുടെ അല്ലെങ്കിൽ അയാളുടെ
ഒരു ഫാമിലി ഇൻട്രസ്റ്റിനെ പറ്റിയിട്ട് അല്ലെങ്കിൽ നോട്ട് തിങ്കിങ് ബിയോണ്ട് ഹിസ് ഫാമിലി, അത് ഫാമിലി ഇൻട്രസ്റ്റിന് പുറത്തൊന്നും ചിന്തിക്കാത്തതിനെ പറ്റിയിട്ടുള്ള ഒരു ആറ്റിറ്റ്യൂഡിനെ പറ്റിയിട്ടൊക്കെ ഇതിനകത്ത് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഈ ഒരു പ്ലേ 3 ആക്റ്റായിട്ടാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. ദറ്റ് റഫ്ലി കവർ 18 hours, ഒരു 18 മണിക്കൂർ മാത്രം എടുക്കുന്ന ഒരു പ്ലേ ആണ്. ഇൻ ദ സെൻസ് ആ ഒരു ഇൻസിഡൻറ്റ് നടക്കുന്നത് 18 മണിക്കൂർ എന്നാണ്. സൺഡേ മോർണിംഗ് ടു ദ ഏർലി അവേഴ്സ് ഓഫ് മൺഡേ, സൺഡേ മോർണിംഗ് മുതൽ മൺഡേയിലെ ഏർലി അവേഴ്സ് ആ ഒരു ടൈമാണ് നടക്കുന്നത്. പിന്നെ നമ്മൾ പറഞ്ഞ പോലെ എൻറ്റയർ ആക്ഷൻ നടക്കുന്നത് ജോയ് കെല്ലറിൻ്റെ ഹൗസിൻ്റെ ബാക്ക് യാർഡിലാണ്. ജോയ് കെല്ലർ എന്ന് പറയുന്നത് ഒരു റിച്ച് ഇൻഡസ്ട്രിയലിസ്റ്റ് ആണ്. അതുപോലെ തന്നെ കെല്ലറിൻ്റെ വീട്ടിലുള്ളതെന്ന് പറഞ്ഞ വൈഫായിട്ടുള്ള കേറ്റ് ഉണ്ട്. 50s അവരുടെ ഒരു ഏജ് എന്ന് പറയുന്നത്. 32-year-old സൺ ഉണ്ട്. പിന്നെ അവരുടെ നെയ്ബേഴ്സ് ഹു ആർ ഓൾസോ ദ ഫാമിലി ഫ്രണ്ട്സ് കംപ്രൈസ് 40-year-old 40 വയസ്സുള്ള ഡോക്ടർ ജിം ബെയിലിസ് ഉണ്ട്. അദ്ദേഹത്തിൻ്റെ വൈഫായ സ്യൂ ഉണ്ട്. സ്യൂ അറൗണ്ട് 40, ഒരു 40 വയസ്സുള്ള ഒരാളാണ്. അവരുടെ 8-year-old സൺ ബേർട്ട് ഉണ്ട്. പിന്നെ 32-year-old ഫ്രാങ്ക് ലൂബി ആൻഡ് ഹിസ് 27-year-old വൈഫ് ലിഡിയ. ഇത്രയും ക്യാരക്ടേഴ്സാണ് ഇതിനകത്ത് ഉള്ളതെന്ന് പറയുന്നത്. മില്ലർ വളരെ സ്കിൽഫുള്ളിയാണ് ഈ ഒരു പ്ലോട്ടും അതിൻ്റെ കാര്യങ്ങളും എല്ലാം സെറ്റ് ചെയ്തിരിക്കുന്നത്. ആദ്യത്തെ ഫസ്റ്റ് ആക്റ്റിൽ നമുക്ക് കാണാം, മില്ലർ ഗീവ്സ് ബാക്ക്ഗ്രൗണ്ട് ഇൻഫർമേഷൻ റിവീൽ സർട്ടൻ ഫാക്ട്സ് അബൌട്ട് ദ പാസ്റ്റ് ടേക്കിംഗ് ഹിസ് ഓൺ ടൈം ആസ് എ പ്ലേ റൈറ്റ് ഇബ്സൺ ചെയ്തതുപോലെ പാസ്റ്റിനെ പറ്റിയിട്ടൊക്കെ ആദ്യം പറയുന്നുണ്ട്. ആക്ട് 1 എന്ന് പറഞ്ഞാൽ ആക്ട് 1 പ്ലേ ഓപ്പൻസ് ഇൻ ആക്ട് 1 ദ പ്ലേ ഓപ്പൻസ് വിത്ത് ജോ കെല്ലർ റീഡിംഗ് ദ സൺഡേ ന്യൂസ് പേപ്പർ വായിക്കുന്നത് തൊട്ടാണ് തുടങ്ങുന്നത്. വൈൽ ഇൻവോൾവ് ഇൻ ട്രിവിയൽ ടോക്സ് വിത്ത് ഹിസ് നെയ്ബർ ഡോക്ടർ ജിം ബെയിലിസ് ലെറ്റർ ജോയിൻഡ് ബൈ അനദർ നെയ്ബർ ഫ്രാങ്ക് ലൂബി. ഇപ്പം 2 നെയ്ബേഴ്സ് ഡോക്ടർ ജിം ബെയിലിസും അതുപോലെ തന്നെ ഫ്രാങ്ക് ലൂബിയും. ഇവർ രാവിലെ ജോ കെല്ലർ ഇരുന്ന് എന്ത് ചെയ്യാണ്, പത്രം വായിക്കുകയാണ്. സൺഡേ ന്യൂസ് പേപ്പർ വായിച്ചുകൊണ്ടിരിക്കുകയാണ്, സൺഡേയിലെ ന്യൂസ് പേപ്പർ. പിന്നെ അത് കഴിഞ്ഞിട്ട് അവർ എന്തൊക്കെയോ ട്രിവിയൽ സാധാരണ പിറ്റി ടോക്സിലേക്ക് പോവാണ്. The fallen apple tree snapped under the wind's fury caught their attention. ആ ഒരു ആപ്പിൾ ട്രീ ഇങ്ങനെ ഫോളൻ ചെയ്ത് കിടപ്പുണ്ട്. അത് ഇങ്ങനെ ഫോളോ ചെയ്ത് അങ്ങനെ കിടക്കുന്നത് ഇവരുടെ അറ്റൻഷൻ പെട്ടെന്ന് സീക്ക് ചെയ്യുന്നുണ്ട്. ഈ ഒരു സീൻ വളരെ സിഗ്നിഫിക്കൻ്റ് ആണെന്നാണ് പറയുന്നത്. ഇറ്റ് അക്വൈൻസ് അസ് വിത്ത് ദ ബാക്ക്ഗ്രൗണ്ട് ഓഫ് ദ പ്ലേ, ഗിവിങ് എ ഫ്ലാഷ് ബാക്ക് അബൌട്ട് ലാരിയെ പറ്റിയിട്ടൊരു ഫ്ലാഷ് ബാക്ക് നമുക്ക് തരുന്നുണ്ട്. The apple tree was planted to keep Joe Keller's son Larry's memory alive, who had been reported missing during the war while flying a mission off the coast of China and had been presumed to be dead. So Larry എന്ന് പറയുന്ന ആളുടെ ജോയ് കെല്ലറിൻ്റെ സണ്ണായിട്ടുള്ള ലാരയുടെ മെമ്മറിയിൽ പ്ലാൻ ചെയ്തിരിക്കുന്ന ഒരു ആപ്പിൾ ട്രീ ആണ്. എല്ലാവരും മിസ്സിങ് ആണ്, വാറിൻ്റെ സമയത്ത് മിസ്സായതാണ്. ആൻഡ് ഡെഡായി എന്ന് വിശ്വസിക്കുന്നു. ലാരീസ് മദർ ഡസ് നോട്ട് ബിലീവ് ദാറ്റ് ലാരി ഈസ് ഡെഡ്. ലാരിയുടെ മദർ പക്ഷേ ഇത് വിശ്വസിക്കുന്നില്ല. ആൻഡ് ഷീ ഈസ് ഹോപ്പ്ഫുൾ ദാറ്റ് വൺ ഡേ ഹി വുഡ് കം ബാക്ക് സൂൺ. come back safe. This belief of hers plays a major role in the development of the plot. ഈ ഒരു വിശ്വാസം ലാരി തിരിച്ചു വരുമെന്നുള്ള ലാരിയുടെ മദറിൻ്റെ ഒരു വിശ്വാസമാണ് നമ്മളുടെ പ്ലോട്ട് ഡെവലപ്മെൻറ്റിൻ്റെ ഒരു വലിയ ഭാഗം എന്ന് പറയുന്നത്. പിന്നെ വരുന്നത് ഒരു യങ്ങർ വുമൺ വരുന്നുണ്ട്. യങ്ങർ വുമൺ ആൻഡ് ഹാസ് കം ടു വിസിറ്റ് കെല്ലേഴ്സ് ഓൺ ക്രിസസ് ഇൻസിറ്റേഷൻ. ആൻഡ് ക്രിസ് ആർ ഇൻ ലവ്. അവർ രണ്ടുപേരും സ്നേഹത്തിലാണ്. ആൻഡ് ആഫ്റ്റർ റൈറ്റിംഗ് ലെറ്റേഴ്സ് ടു ഈച്ച് അതർ ഫോർ 2 years, Chris has now invited her in order to propose to her. Chris discloses to his father about his intention of marrying him. കെല്ലർ പക്ഷേ ഈ ഒരു ബന്ധത്തെ എന്ത് ചെയ്യുന്നുണ്ട്, ഡിസ്കറേജ് ചെയ്യുന്നുണ്ട്. ബിക്കോസ് ഇൻ ദ ഒപ്പീനിയൻ ഓഫ് ക്രിസ് മദർ കേറ്റ്, ആൻ ഇസ് ലാരീസ് ഫിയാൻസി. ലാരി കാണാതെ പോയെങ്കിലും ആൻ എന്ന് പറയുന്ന ലാരിയുടെ ഫിയാൻസി ആണെന്നാണ് ഇപ്പോഴും അമ്മ വിശ്വസിക്കുന്നത്. സോ കേറ്റ് ബിലീവ്സ് ദാറ്റ് ലാരി ഈസ് അലൈവ് ആൻഡ് വുഡ് ടേൺ അപ്പ് any day. തിരിച്ചു വരുമെന്നും. ആൻ ഇസ് ദ ഡോട്ടർ ഓഫ് സ്റ്റീവ് ഡീവർ, ബിസിനസ് പാർട്ട്ണർ ഓഫ് ജോ കെല്ലർ, who owns a factory manufacturing cylinder heads. സോ ആൻ എന്ന് പറയുന്നത് ജോ കെല്ലറിൻ്റെ അത് ബിസിനസ് പാർട്ട്ണറായിട്ടുള്ള സ്റ്റീവ് ഡീവറിൻ്റെ ഡോട്ടറാണ്. പിന്നെ അങ്ങോട്ടേക്ക് കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട്. ഏർജൻറ്റ് കോൺട്രാക്ട് കംസ് ഫ്രം ദ ആർമി ടു സപ്ലൈ സിലിണ്ടർ ഹെഡ്സ് ഫോർ എയർക്രാഫ്റ്റ് ടു ബി യൂസ്ഡ് ഇൻ വാർ. അതായത് വാറിൽ ഉപയോഗിക്കാനുള്ള എയർക്രാഫ്റ്റിനുള്ള സിലിണ്ടേഴ്സ് സപ്ലൈ ചെയ്യാനുള്ള ഒരു കോൺട്രാക്റ്റ് വന്നിട്ടുണ്ട്. ബട്ട് ഇറ്റ് സോ ഹാപ്പൻസ് ദാറ്റ് ദ ഹോൾ ബാച്ച് ഓഫ് സിലിണ്ടർ ഹെഡ്സ് പ്രൊഡ്യൂസ്ഡ് ബൈ ദ മാനുഫാക്ചറിംഗ് ഫേം ഹാസ് ഡെവലപ്ഡ് ക്രാക്സ്.
Then Keller calls up Steve Deaver, asking him to weld the cracks of the cylinder heads and ship them off to the army. The damaged cylinder heads were passed by the factory and shipped out to the army, resulting in the death of 21 pilots. Damaged cylinders ഉപയോഗിച്ചത് കാരണം 21 pilotsന് ഡെത്തിന് അത് കാരണമായി. There was a court case against both Joe Keller and Steve Deaver. ഇവരുടെ രണ്ടുപേരുടെ പേരിൽ ഒരു കേസ് ഉണ്ട് ഈ ഒരു ഇൻസിഡൻറ്റിൽ. However, during the trial, Joe Keller denied his responsibility for damaged cylinder heads. പക്ഷേ ട്രയൽ സമയത്ത് ജോയ് കെല്ലർ എന്ത് ചെയ്തു, ഇതിൽ നിന്നും ഈ ഒരു റെസ്പോൺസിബിലിറ്റിയിൽ നിന്ന് കൈയൊഴിഞ്ഞു. ദ കോർട്ട് അക്വിറ്റഡ് ഹിം വൈൽ സ്റ്റീവ് ഡില്ലർ വാസ് സെൻഡ് ടു ജയിൽ വെർ ഹീ ഈസ് അറ്റ് ദ ടൈം ദ പ്ലേ ഓപ്പൺസ്. സോ സ്റ്റീവ് ഡീവറിനെ ജയിലിലേക്ക് അയക്കേണ്ടി വന്നു. Frank Luby, one of Keller's neighbors, wants to know about Anne's father and inquires about his release on parole. Anne wants to avoid such a question since she is critical of her father after she has found guilty of fraud. Anne recollects that the neighborhood had described her father and her family members as murderers after her father was found guilty of causing the death of several aircraft pilots in the war on account of defective cylinder heads supplied by him to the army. Even though Keller was acquainted by her higher court, the people of his locality still believed that Keller had got himself acquitted through underhand means. So ഇവർ രണ്ടുപേരും കൂടാണ്, കെല്ലറും അതുപോലെ തന്നെ സ്റ്റീവും ഇതിനകത്ത് ഒരുപോലെ പങ്കാളികളാണ്. ബട്ട് സ്റ്റീവിനെ മാത്രമാണ് ജയിലിലേക്ക് അയച്ചത്, കെല്ലർ കൈയൊഴിഞ്ഞിരുന്നു. അതിപ്പോൾ ഫ്രാങ്ക് ലൂബി എന്ന് പറഞ്ഞ നമ്മുടെ കെല്ലറിൻ്റെ നെയ്ബർ ആൻ്റെ ഫാദറിനെ പറ്റിയിട്ടുള്ള കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടി ചോദിക്കുമ്പോൾ ആൻ അത് അവോയ്ഡ് ചെയ്യാനാണ് ശ്രമിച്ചത്. കാരണം ആന് ഭയങ്കര ഇഷ്ടക്കുറവുണ്ട് ഫാദറിനോട്. ബിക്കോസ് ഫാദർ കാരണം ഇവരെയെല്ലാം ഈ ഒരു ഫാമിലി മൊത്തത്തിലും മറ്റുള്ളവർ മോശക്കാരായിട്ട് കൺസിഡർ ചെയ്തതിൽ. അതുപോലെ തന്നെ കെല്ലറിനെ വീണ്ടും ഹൈക്കോർട്ടുകൾ അക്വൈറ്റ് ചെയ്തെങ്കിൽ പോലും ആൾക്കാർ പറയുന്നത് എന്താണ്, സ്റ്റീവ് തന്നെയാണ് പ്രതി. കെല്ലർ ഇങ്ങനൊരു ശിക്ഷ അല്ലെങ്കിൽ കെല്ലറിന് ഇങ്ങനെ വിസ്തരിക്കേണ്ടി വന്ന അക്വൈറ്റ് ചെയ്യേണ്ടി വന്നത് എന്തുകൊണ്ടാണ്, എന്തൊക്കെയോ ഒരു കറുത്ത കൈകൾ, നമ്മൾ മലയാളത്തിൽ പറയില്ലേ കറുത്ത കൈകൾ പ്രവർത്തിച്ചത് മൂലമാണെന്ന്, അതേപോലെയൊക്കെയാണ് പറഞ്ഞ് വന്നിരുന്നത്. Keller is of the opinion that Anne should write to her father explaining to him that during the war the conditions were difficult and no one knew what was actually happening. Anne and her brother George are no longer in touch with their father Steve Deaver out of disgust and shame that he was involved in such a dreadful crime. നമ്മൾ മുമ്പേ പറഞ്ഞ പോലെ ആനും ആനിൻ്റെ ബ്രദർ ജോർജ് ഇവർ രണ്ടുപേരും ഫാദറുമായിട്ട് സ്റ്റീവുമായിട്ട് ഒരു ടച്ചിലില്ല. ബിക്കോസ് ആ ഒരു നാണക്കേട് ഫാമിലിക്ക് വരുത്തിയത് കാരണം. Anne is surprised at the concern Joe Keller still has for her father and her family. She was under the impression that Keller would have a feeling of revenge and hatred towards her father. Her father had charged Keller of being involved in the supply of the defective cylinder heads. Keller says that he had forgiven her father and had no grievances against him. So എന്താ ആന് എപ്പോഴും സർപ്രൈസാണ്, കെല്ലർ എന്ത് നല്ല മനുഷ്യനാണ്, ഇപ്പോഴും എൻ്റെ ഫാദറിനോട് ഒരു ദേഷ്യമില്ല, ഫാദറാണത് ചെയ്തു എന്ന ഫാദർ മാത്രമാണ് ചെയ്തതെന്നാണ് ആൻ വിശ്വസിക്കുന്നത്. എങ്കിൽ പോലും ഫാദർ കെല്ലറിൻ്റെ പേര് പറഞ്ഞു, അതിലൊന്നും ഒരു ദേഷ്യമില്ലാതെ ഇപ്പോഴും കെല്ലർ അവരെ സ്നേഹിക്കുന്നുണ്ടെന്നുള്ളതിൽ ഭയങ്കര സർപ്രൈസ്ഡ് ആണ് ആന്. Anne is of the opinion that Larry died as a consequence of her father supplying defective cylinder heads to the army. Joe Keller disagrees with her father and says that Deaver was not responsible for Larry's death. The aeroplane that Larry was flying had not used those cylinder heads. Such cylinder heads were used exclusively for P-40 aeroplanes. Giving an account of how the defective parts were supplied, Keller explains that urgent order had come for supplying cylinder heads to the army. The truck were already rushing to the army depots with cylinder, but more order were pouring in. Steve Deaver came across a batch of cylinders that had tiny cracks. Without thinking of the damage the cylinders could cause, he covered the cracks with his tool so that they would be accepted for use. So Anne ഇപ്പോഴും ആനിൻ്റെ ഒരു ഒപ്പീനിയൻ എന്ന് പറഞ്ഞാൽ ലാരി ഈ ഒരു ഡിഫക്റ്റീവ് സിലിണ്ടേഴ്സ് ഫാദർ സപ്ലൈ ചെയ്ത ആ ഒരു അതിൻ്റെ ഫലമായിട്ട് ആ ഒരു ഇതിൽ ലാരി മരിച്ചുപോയി എന്നാണ് വിശ്വസിക്കുന്നത്. പക്ഷേ കെല്ലർ പറയുന്നത് എന്താണ്, സ്റ്റീവിന് അതിലൊരു പങ്കുമില്ല, അങ്ങനെയല്ല എന്നുള്ളൊരു ഇതിലാണ് അവർ മുമ്പോട്ട് പോകുന്നത്. പിന്നെ വരുന്നൊരു മേജർ കാര്യം എന്ന് പറഞ്ഞാൽ ജോ കെല്ലർ ഇൻഫോംസ് ആൻഡ് ദാറ്റ് ഹർ ബ്രദർ ജോർജ് ഹാഡ് കോൾഡ് അപ്പ് ഫ്രം കൊളംബസ് ആൻഡ് വിഷ്ഡ് ടു സ്പീക്ക് ടു ഹർ ഫാദർ. George's trip to Columbus surprises Anne as he had never gone there all those years to meet his father. So കെല്ലർ ആനെ അറിയിക്കുന്നുണ്ട് ജോർജ്
ഫാദറിനോട് സംസാരിക്കാൻ വേണ്ടി പോയിട്ടുണ്ടെന്ന്. പക്ഷേ ആൻ അത് വളരെ സർപ്രൈസ് ആയിരുന്നു, കാരണം ഇത്രയും നാളായിട്ട് അങ്ങനെ പോയിട്ടേ ഉണ്ടായിരുന്നില്ല. Kate reminds Keller that George had become a lawyer and must have gone to meet his father in connection with the defective cylinder head case. So ജോർജ് ഒരു ലോയറാണ്, അതുകൊണ്ട് ചിലപ്പം ഈ കേസിനെ പറ്റി ഡിസ്കസ് ചെയ്യാനായിരിക്കും പോയിട്ടുണ്ടാകുന്നത്. ഷീ വോൺസ് ഹിം ഓഫ് ജോർജസ് വിസിറ്റ് ആൻഡ് ആസ്ക്സ് ഹിം ടു ബി അലേർട്ട് ആൻഡ് ഗെറ്റ് റെഡി ഫോർ ദ വേഴ്സ്റ്റ് സിറ്റുവേഷൻ ഹി മൈറ്റ് ഹാവ് ടു ഫേസ്. സോ ദിസ് സീൻ അറൗസസ് സസ്പീഷൻ ഇൻ അവർ മൈൻഡ്സ് ദാറ്റ് കെല്ലർ ഹാസ് മാനിപ്പുലേറ്റഡ് സർട്ടിഫൈഡ്. സോ ഈ ഒരു സീൻ കെല്ലർ ഈ ഒരു സിറ്റുവേഷൻസ് എല്ലാം മാനിപ്പുലേറ്റ് ചെയ്തിട്ടുണ്ടെന്ന് നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടുവരുന്ന ഒരു സീനാണ് ഇതെന്ന് പറയുന്നത്. ദെൻ ആക്ട് 1 എൻഡ് ചെയ്യുന്നത് വിത്ത് ദ ഓഡിയൻസ് ആൻറ്റിസിപ്പേറ്റിംഗ് ദാറ്റ് സം ഹിഡൻ സീക്രറ്റ്സ് വുഡ്